വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനുമായി ഇന്നും തെളിവെടുപ്പ് തുടരുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലെത്തിച്ചാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. ചുറ്റിക ഇട്ടുകൊണ്ടുപോകാൻ ബാഗ് വാങ്ങിയ കടയിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ പോലീസ് കാവലിലാണ് ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇന്നലെയാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. ആദ്യം ഉമ്മൂമ്മയുടെ താഴെപ്പാങ്ങോടുള്ള ഉമ്മൂമ്മയുടെ സൽമാ ബീവിയുടെ വീട്ടിലായിരുന്നു തെളിവെടുപ്പ്. അത് കഴിഞ്ഞ് സ്വവസതിയിലേക്ക് വെഞ്ഞാറമൂടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപ് കസ്റ്റഡി സമയം തീരുന്നതിന് മുൻപ് തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ജിബിൻ ജെബി കൂടുതൽ വിവരങ്ങൾ നൽകും. ജിബിൻ, ഇവിടെ ഇപ്പോൾ തെളിവെടുപ്പുമായി ഏത് രീതിയിലാണ് അഫാൻ സഹകരിക്കുന്നത്? ഇന്നലത്തെ പോലെ അല്ലെ, കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? രാജീവ്, ഇന്നലെ കാണിച്ചതുപോലെയുള്ള നാടകത്തിനൊന്നും തന്നെ എന്തായിരുന്നാലും ഇന്ന് അഫാൻ മുതിർന്നിട്ടില്ല. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഏകദേശം 9:30 കൂടിയാണ് അഫാനുമായിട്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ സംഘം ഇപ്പോൾ വെഞ്ഞാറമൂട് എത്തിയത്. ഇവിടെ നിന്നാണ് പ്രധാനമായും 3 സ്ഥലത്താണെന്ന് അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഒന്ന് എന്ന് പറയുന്നത് അഫാൻ ഈ 5 പേരെ കൊലപ്പെടുത്താൻ ആയുധം വാങ്ങിയ ചുറ്റിക വാങ്ങിയ ഹാർഡ്വെയർ കടയിലും, അതിനുശേഷം ഈ ഉമ്മുമ്മ സൽമാ ബീവിയുടെ മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും ഏറ്റവും ഒടുവിലായാണ് ഈ ചുറ്റിക ഇട്ടുകൊണ്ട് പോകുന്നതിന് വേണ്ടി ബാഗ് വാങ്ങിയ കടയിലും എത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അഫാന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകും. അതുകൊണ്ട് പാങ്ങോട് പോലീസിന് 4 മണിക്ക് മുൻപ് തന്നെ അഫാനെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഈ തെളിവെടുപ്പ് നടപടികളൊക്കെ പൂർത്തിയാകുന്നത്. എന്തായാലും ഇന്നലെ രാവിലെ ഈ അഫാൻ തെളിവെടുപ്പുമായി സഹകരിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു ആത്മഹത്യാ ശ്രമം പോലുള്ള നാടകമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് പിന്നീട് പോലീസ് ഇത് വെറും ഒരു നാടക ശ്രമമാണെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരുത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ അഫാൻ പോലീസുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വൈകുന്നേരത്ത് ഈ തെളിവെടുപ്പിന് വേണ്ടി സൽമാ ബീവിയുടെ വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് അഫാൻ പോലീസിനോട് പൂർണ്ണമായി സഹകരിച്ചിരുന്നു. എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അഫാൻ പൂർണ്ണമായ വ്യക്തതയൊക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷേ ഇനി അറിയേണ്ടത് ഈ പോലീസ് ഇന്നിപ്പോൾ ഈ കസ്റ്റഡി കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അഫാന് അടുത്ത പ്രതി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ചുറ്റിക വാങ്ങിയതിനു ശേഷം അത് ഇട്ടുകൊണ്ടുപോകാൻ ബാഗ് വാങ്ങിയ കടയിൽ എത്തിച്ചാണ് ഇപ്പോൾ പ്രതിയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയാവുകയാണ്. നിലവിൽ 2 കേസുകളിലാണ് കസ്റ്റഡി ലഭിച്ചിട്ടുള്ളത് അന്വേഷണ സംഘത്തിന്. മറ്റു കേസുകളിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്നലെ ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ നിർവികാരനായാണ് ഈ തെളിവെടുപ്പുമായി താൻ എങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്, തൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് കൊന്നതെന്ന് പോലീസിന് അന്വേഷണ സംഘത്തിന് പറഞ്ഞു കൊടുത്തത് അഫാൻ. വലിയ ജനക്കൂട്ടം ഇന്നലെ അതിപ്പോൾ താഴെപ്പാങ്ങോട് ഉമ്മൂമ്മയുടെ വീട്ടിലാണെങ്കിലും ശരി, വെഞ്ഞാറമൂട്ടെ അഫാന്റെ വീട്ടിലാണെങ്കിലും ശരി, ഈ തെളിവെടുപ്പ് നടക്കുമ്പോൾ അവിടേക്ക് കേട്ടെറിഞ്ഞ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. വലിയ ജനസഞ്ചയം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് സുരക്ഷയിലാണ് ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. രാജീവ്, ഇന്നലെ കാണിച്ചതുപോലെയുള്ള നാടകത്തിനൊന്നും തന്നെ ഇപ്പോഴും ജിബിൻ ഇപ്പോഴും തുടരുന്നുണ്ടോ? ജിബിൻ, ഏത് കടയിൽ നിന്നാണ് ഈ ചുറ്റിക വാങ്ങിച്ചിരിക്കുന്നത്? രാജീവ്, വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു ഹാർഡ്വെയർ കടയുണ്ട്. അവിടെ നിന്നാണ് അഫാൻ ഈ ചുറ്റിക വാങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാതൃഭൂമി ന്യൂസ് ഈ കൊലപാതകം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ കടയിലെത്തി അവിടെ ഇത്തരത്തിൽ അഫാൻ വന്നിരുന്നു എന്നുള്ള കാര്യം തിരക്കിയപ്പോൾ ആ സ്ഥാപന ഉടമ അത് നിഷേധിച്ചിരുന്നു. പക്ഷേ പിന്നീട് പോലീസ് എത്തി കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് അഫാൻ തന്നെ വാങ്ങിയതാണെന്നുള്ള കാര്യത്തിൽ കടയുടമ സ്ഥിരീകരിച്ചത്. പിന്നീടാണ് ഈ ഒരു കടയിൽ ഇപ്പോൾ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഈ ചുറ്റിക വാങ്ങിയ കടയിൽ നിന്ന് അഫാനെ നേരെ കൊണ്ടുപോയത് ഈ വെഞ്ഞാറമൂട് തന്നെയുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലാണ്. ഇവിടെയാണ് സൽമാ ബീവി. തെളിവെടുപ്പ് അവിടെ തുടരുകയാണ്. അന്ന് ഇതിന്റെ പിറ്റേ ദിവസം പോലീസിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൻ നായർ ഈ ആണ്ടവൻ സ്റ്റോഴ്സിൽ ചെന്ന് നമ്മൾ ലൈവിൽ ഈ കാര്യം ചോദിക്കുമ്പോൾ ഈ കടയുടമ പറഞ്ഞത് അങ്ങനെ ഒരാളെ ഇവിടെ വന്നിട്ടില്ല, ഞങ്ങൾക്ക് ആരൊക്കെ വന്ന് സാധനം വാങ്ങിച്ചാലും അത് അറിയാൻ കഴിയും. അവിടെ നിൽക്കുന്ന ജോലിക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ജോലിക്കാരൻ പറയുന്നത് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിഷേധിച്ച ഒരു കാര്യമാണ്. പക്ഷേ അന്ന് നമ്മൾ കൊടുത്തത് വളരെ കൃത്യമായ ഒരു വിവരമായിരുന്നു. പോലീസിൽ നിന്ന് കൃത്യമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കടയിൽ നിന്നാണ് ഇയാൾ ചുറ്റിക വാങ്ങിച്ചത് എന്ന വിവരം കിട്ടിയത്. ഈ കടയുടമ എന്തിനാണ് ഇങ്ങനെ നിഷേധിച്ചതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അന്നും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ CCTV ഉള്ളതാണ്, ഇയാൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കടയുടമ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റവാളിയോ അല്ലെങ്കിൽ കുറ്റത്തിന് കൂട്ടുനിന്നോ, അയാൾ സാധനം വിൽക്കാൻ വെച്ചിരിക്കുന്ന ആളാണ്, അവിടെ വന്ന് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയത് മാത്രമേ ഉള്ളൂ.
എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് കഴിഞ്ഞ് ആ മുത്തശ്ശിയെ കൊന്നതിന് ശേഷം ആ സ്വർണ്ണമാല എടുത്തിരുന്നു. ആ സ്വർണ്ണമാല ധനകാര്യ സ്ഥാപനത്തിലാണ് പണയം വെച്ചത്. അവിടെയും തെളിവെടുപ്പ് നടക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് അവസാന ദിവസമാണ് കസ്റ്റഡിയുടെ. തെളിവെടുപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണ് അന്വേഷണ സംഘമുള്ളത്.